മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. തൃശ്ശൂര് കേച്ചേരിക്കടുത്തുള്ള മഴുവഞ്ചേരിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ സ്ഥാപനത്തിൽ പിതൃകർമ്മം നടന്ന് കൊണ്ടിരിക്കുന്ന വേളയിൽ അതെല്ലാം കഴിഞ്ഞ് ഓരോ ബാച്ചും കഴിയുമ്പോൾ ഒരു സ്ത്രീ, ഒരു അമ്മ ഇടയ്ക്ക് വന്ന് വികാര തീവ്രമായിട്ട് പറയും, എനിക്ക് ഗോപാലകൃഷ്ണൻ സാറിനെ കാണണം, സംസാരിക്കണം. അപ്പം നിരന്തരമായിട്ട് ഈ ഒരു യജ്ഞം നടക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഗ്യാപ്പ് എടുക്കാതിരുന്നപ്പോൾ 10:30 മണിക്ക് ആ സ്ത്രീ വന്ന് വളരെ തീവ്രമായിട്ട് അവർ പറഞ്ഞു, എൻ്റെ മകൻ്റെ കല്യാണം നടക്കണില്ല സാറേ, ഞാൻ എന്ത് ചെയ്യണം? കുറേയധികം നോക്കി, ജാതകം ചേരുന്ന ഒന്നും കിട്ടണില്ല. വളരെ തീവ്രമായിട്ടുള്ള വികാരത്തോടു കൂടിയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ജാതകം ചേരുന്നില്ലെങ്കിൽ ജാതകം നോക്കാതെ കല്യാണം കഴിക്കണം. ജാതകം ചേരാതെ എങ്ങനെയാണ് സാറേ കല്യാണം കഴിക്കുന്നത്? പിന്നെയും ആ സ്ത്രീ കുറേ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവനവനൊരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ചാടി ഞാനിപ്പോൾ കുഴിയിലാണെന്ന് സ്വയം പറയാൻ പോകുന്നത് എന്തിനാ? അവനവന് ഇഷ്ടമുള്ള ഒരു പയ്യന് 10, 32, 33 വയസ്സായി, അയാൾക്ക് ഇഷ്ടമുള്ള നല്ല ഒരു കുടുംബത്തിലെ നല്ലൊരു വ്യക്തിയെ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറയണം. ഈ ജാതകത്തിൻ്റെ പുറകെ പോകാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ടോ ജാതകത്തിൻ്റെ പുറകെ പോകാൻ എന്നെല്ലാം ഞാൻ ചോദിച്ചു. പക്ഷെ അതൊന്നും ആ സ്ത്രീയെ ബാധിക്കണില്ല. വീണ്ടും ഏതോ അവരുടെ മകൻ്റെ കല്യാണം നടക്കാത്തതിന് കാരണം ഞാനാണ്, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പൈതൃകമാണെന്നോ എന്നുള്ളൊക്കെ രീതിയിൽ വീണ്ടും ആക്രോശിച്ചപ്പോൾ അസാധാരണമായ ശബ്ദത്തിൽ ഞാൻ തിരിച്ചു പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തിരിച്ചു പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളും നിങ്ങളുടെ ഒരു മകനും മകൻ്റെ വിവാഹവും മാത്രമേ ഈ ലോകത്തിലുള്ളൂ. ഈ മകൻ്റെ വിവാഹം എന്ന് പറയുന്നത് ഈ ലോകത്തിന് ഇത്രയും വലിയ സംഭവമൊന്നുമല്ല. നിങ്ങളുടെ മകൻ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും, ആ പെണ്ണ് നിങ്ങളുടെ മകനെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. അത് ഈ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാധാന്യമുള്ള കാര്യമല്ല. എത്രയോ പേര് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നുണ്ട്, എത്രയോ പേര് ജാതകം നോക്കാതെ വിവാഹം കഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലവേദനയാണ് എന്നുള്ളത് കൊണ്ട് അത് ലോകത്തിൻ്റെയും ഇവിടെയുള്ളവരുടെയൊക്കെ തലവേദനയാണെന്നൊന്നും വിചാരിക്കരുത്. വേണമെങ്കിൽ കല്യാണം കഴിക്കാൻ അവനോട് പറയുക, നല്ലൊരു പെണ്ണിനെ അന്വേഷിക്കാൻ അവനോട് പറയുക. നിങ്ങൾ ആവശ്യമില്ലാതെ ഈ ചെറിയ കുട്ടിക്ക് വായിൽ ചോറും പാലും ഒക്കെ കൊടുക്കുന്ന മാതിരി കൊടുക്കാൻ പോകുന്ന എന്തിനാ? ആണത്തമുള്ള പയ്യന് നല്ല ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കണം. പക്ഷെ അവരതുകൊണ്ടൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. അവരുടെ ലോകം എന്ന് പറയുന്നത് മകൻ്റെ കല്യാണം കഴിക്കലും കല്യാണം കഴിപ്പിക്കലും, അതിന് ജാതകമോ ജ്യോതിഷമോ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരുടെ മുമ്പിൽ ചെന്നിട്ട് ഇതുപോലെ ഒച്ചയെടുക്കലും മാത്രമാണ്. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിൽ പലരും ഇങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിലെ കാര്യം, നിങ്ങളുടെ മകൻ്റെ കാര്യം, നിങ്ങളുടെ മകളുടെ കാര്യം, ഇതുമാതിരിയുള്ളത് ഒഴികെ ബാക്കിയൊന്നും ഈ ലോകത്തിൽ ഒരു പ്രശ്നമുള്ളതല്ല. ഈ ധർമ്മത്തിന് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ പൈതൃകത്തിന് എന്ത് സംഭവിക്കുന്നു, വളരുന്ന തലമുറയ്ക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ സംസ്കാരത്തിന് എന്ത് സംഭവിക്കുന്നു, ഇതൊന്നും നമ്മുടെ മുമ്പിൽ പ്രശ്നമല്ല അവർക്ക്. എന്നിട്ട് ഞാൻ ആ സ്ത്രീയോട് ഒന്നുകൂടി പറഞ്ഞു, നിങ്ങളുടെ വേദന എന്താണെന്നുള്ളതും ശരിക്കുള്ള വേദന എന്താണെന്നും അറിയണമെങ്കിൽ ഒന്ന് റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോകണം. ഓരോ കുട്ടിയും ഓരോ വ്യക്തിയും കഴുത്തിലും തലയിലും കണ്ണിലും മൂക്കിലും നാക്കിലും എപ്പിഗ്ലോട്ടിസിലും ആമാശയത്തിലും അതുപോലെ തന്നെ രക്തത്തിൽ പോലും ക്യാൻസർ വന്ന് വേദനിക്കുന്ന കുറേ പേരെ നിങ്ങൾ കാണണം. ശരിക്കും ഈ ലോകത്തിലെ വേദന എന്താന്ന് കാണുന്നത് ജാതക ചേർച്ച അന്വേഷിച്ചുകൊണ്ട് നടന്ന് മകന് കല്യാണം കഴിക്കാൻ പെണ്ണിനെ കിട്ടിയില്ല എന്ന് പറയുന്നത് അല്ല വേദന. അതിനേക്കാളും എത്രയോ എത്രയോ അസഹനീയമായ വേദന അനുഭവിക്കുന്ന അമ്മമാരുണ്ട്, പിതാക്കളുണ്ട്, മക്കളുണ്ട്. ജീവിതത്തിൽ ഒന്നുമില്ലാതെ ചികിത്സിക്കാൻ പൈസയില്ലാതെ കഴിയുന്നവരുണ്ട്. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ചോറ് കിട്ടാത്തവരുണ്ട്. ശരീരം അനങ്ങാൻ പറ്റാതെ കട്ടിലിൽ കിടക്കുന്നവരുണ്ട്. ആ വ്യക്തിയുടെ മക്കള് എരന്ന് സ്കൂളിൽ പോകുന്നവരുണ്ട്. വീടുകളിൽ എച്ചിൽ പാത്രം കഴുകി ജീവിക്കുന്നവരുണ്ട്. രോഗം വന്ന് മരിച്ച് ആംബുലൻസിലെ ഡ്രൈവറോട് അച്ഛൻ്റെയും അമ്മയുടെയും ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പൈസ ഇല്ലാതെ ബാർഗെയിൻ ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ വേദന അറിഞ്ഞിട്ട് വേണം എൻ്റെ മകന് കല്യാണം കഴിക്കാൻ പെണ്ണിനെ കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽക്ക് ഇവിടെ വന്ന് ഗോപാലകൃഷ്ണനെ കാത്ത് ഇങ്ങനെ ആക്രോശിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ. ലോകത്തിലെ എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വമല്ല എനിക്ക്. കഴിഞ്ഞ തലമുറ നമുക്ക് തന്ന പൈതൃകം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ എടുക്കാനോ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സഹായിക്കാനോ ഉണ്ടെങ്കിൽ
അവരുമായിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രോബ്ലമോ കുടുംബപരമായിട്ടുള്ള പ്രോബ്ലമോ സഹായിക്കാൻ ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അത് എൻ്റെ ജോലിയല്ല. ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, ഇങ്ങനെ പ്രഭാഷണം നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതൊക്കെ എളുപ്പമാണ്, പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ്. ആ വ്യക്തിയോട് ഉൾപ്പെടെയുള്ളവരോട് പറയുന്നു, 24 മണിക്കൂറുള്ളതിൽ 20 മണിക്കൂറും 7 ദിവസവും 365 ദിവസവും ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി ചെയ്യുമ്പോൾ ചില വ്യക്തിപരമായ ചോദ്യങ്ങൾക്കും വ്യക്തിപരമായ ജാതകം നോക്കലിനും പെണ്ണിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കലിനും ആ മകനെ കല്യാണം കഴിപ്പിക്കലിനും ഒന്നും വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പറ്റാവുന്ന ഉപദേശം 1, 2, 5 വരികളിൽ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ബാക്കിയുള്ളത് എടുത്ത് തന്നെത്താനെ ഉത്തരവാദിത്വം വ്യക്തിപരമായിട്ടുള്ളത് നിർവഹിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഞാനൊരു സന്യാസിയോ ഋഷിയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായി വരുന്നവരുടെ തലയിൽ അക്ഷതമിട്ട് നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാൻ പാകത്തിന് ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയൊന്നുമല്ല. ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആരായാലും അവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ആ ദൗത്യം മാത്രമേ ഏറ്റെടുത്തിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ മകളുടെ കല്യാണത്തിനും മകന്റെ കല്യാണത്തിനും വേണ്ടി ജാതകം ചേരുന്ന ഒരെണ്ണം കണ്ടുപിടിച്ച് തന്ന് നിങ്ങളെ സുഖമായിട്ട് ജീവിപ്പിക്കൽ എൻ്റെ ജോലിയുടെ ഭാഗമല്ല. മേലിൽ ഇതുമാതിരിയായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇങ്ങോട്ട് വരരുത് എന്ന് ഒത്തിരി പേര് കേൾക്കെ തന്നെ പറയുകയും ചെയ്തു. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം 99% വ്യക്തികളും ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മകന്റെയോ മകളുടെയോ വീട്ടിലെയോ കാര്യങ്ങൾ പരിഹരിക്കാനാണ്. അവരുടെ ലോകം ആ വീട്ടിലെ 4 ചുമരുകളായിരിക്കാം, വേണ്ട പാടില്ല എന്നൊന്നും പറയുന്നില്ല. അതിൽ ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് നമ്മളെല്ലാവരും അറിയണം. നമ്മുടെ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുമതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ഓരോ മുസ്ലിമും ഇസ്ലാം മതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, പ്രത്യക്ഷമായും പരോക്ഷമായും. ഓരോ ഹിന്ദുവും അവനവന്റെ മകൻ അവനവന്റെ മകള് അവനവന്റെ വീട്ടിൽ പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള വഴിയും അന്വേഷിച്ച് ആത്മീയതയും ഭാഗവതവും രാമായണവുമൊക്കെ അന്വേഷിച്ച് വരുന്നവരുമൊക്കെ ഉണ്ട്. ഈ 3 പേരുടെയും വ്യത്യാസം അറിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചാണ് ഇത് നിങ്ങളോട് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.